ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ആത്മീയ പാഠങ്ങളിൽ ദൈവവചനത്തെ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗക്ഷമമാക്കുക എന്നതിനെ സംബന്ധിച്ച ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം നാം വായിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു, ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളിൽ നാം വിശ്വസിക്കുന്നു, നാം അവ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു എന്നാണ് നമ്മുടെ ബോധ്യം. ജോഷയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അപ്പോൾ നീ ഐശ്വര്യം പ്രാപിക്കും. ദൈവത്തിൻ്റെ തിരുവചനത്തെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് കേവലമായ ഒരറിവായിട്ടല്ല. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അത് നാം വായിക്കുന്നു. അങ്ങനെ നാം വായിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ശക്തിയായി അനുഭവപ്പെടില്ല. യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി നമ്മുടെ അറിവാണ്. ആ അറിവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു, സുവിശേഷ പ്രഘോഷണങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഈ വചനം നമ്മുടെ അകത്ത് ഫലം പുറപ്പെടുവിക്കുന്നതാകണമെങ്കിൽ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കാരണം വചനത്തിന് 2 ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വചനത്തെ എഴുതപ്പെട്ട ലിഖിതമായി നമുക്ക് കാണാം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിലുണ്ടായിരുന്ന വചനം യേശുക്രിസ്തുവാണ്. ആ വചനം 2 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, യേശു ഒരു വ്യക്തിയാണ്, ഒരു നാമമാണ്. അതേസമയം പ്രക്രിയാപരമായ രൂപവുമാണ്. ദൈവം രക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ കേവലമായ എഴുത്തായി മാത്രം കാണാതെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റണം. വചനം മാത്രമായിട്ട് നാം കാണുമ്പോൾ നമ്മളതിന് കൽപ്പിക്കുന്ന അർത്ഥം പരിമിതമായി പോകും. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് സുവിശേഷത്തിൽ എഴുതപ്പെട്ട ഭാഗം നമ്മൾ വായിക്കുന്നു, ആ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ആ വചനത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്നുള്ളത് ഒരു അറിവാണ്, അത് കേവലം ഒരു വിവരമാണ്. ആ വിവരം പ്രവർത്തനക്ഷമമല്ല. അത് നമ്മുടെ ബോധമണ്ഡലത്തിലുണ്ട്, പക്ഷേ അത് നമ്മുടെ ജീവിത പ്രയോഗ വഴിയിൽ അത് ഉപകാരപ്പെടുന്നില്ല. പലപ്പോഴും നാം അനുഭവിക്കുന്ന ഒരു പരിമിതിയാണത്. വചനം നമുക്കറിയാം, നാം അത് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാളുടെ വചനം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ വായിക്കുന്നവരാണ് നാം. അതൊരു വിവരമായി നമ്മിലുണ്ട്. ആ വിവരത്തെ നമ്മുടെ ജീവിത പ്രയോഗ വഴിയിൽ ഒരു അനുഭവമാക്കി മാറ്റാൻ, രക്ഷയുടെ സമ്പൂർണ്ണതയിലേക്ക് നമ്മെ എത്തിക്കാൻ, സാക്ഷാത്കാര അനുഭവത്തിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് കേവലമായി വായിക്കുന്നത് കൊണ്ടായില്ല. വചനമെന്നതിന് സാധാരണ നാം കൽപ്പിക്കുന്ന അർത്ഥം പറഞ്ഞല്ലോ. വചനം, ദൈവത്തിൻ്റെ വചനം, അത് യേശുക്രിസ്തുവാണ് നമ്മൾ വിശ്വസിക്കുന്നു. വചനത്തിൻ്റെ അർത്ഥത്തിൻ്റെ അടുത്ത ഭാഗം പരിശോധിക്കുമ്പോഴാണ് വചനമെന്ന വാക്ക് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഉപയോഗിക്കുന്നത് ലോഗോസ് എന്നാണ് ഗ്രീക്ക് ബൈബിളിൽ. ഈ ലോഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കേവലം വചനമെന്നല്ല. വേർഡ് ഓഫ് ഗോഡ് എന്നൊരു അർത്ഥം അതിനുണ്ട്. ഒപ്പം തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡിവൈൻ റീസൺ ആൻഡ് ക്രിയേറ്റീവ് ഓർഡർ എന്നും അതിനർത്ഥമുണ്ട്. ദൈവിക യുക്തിയുടെ തത്വവും സൃഷ്ടിയുടെ ക്രമവും എന്ന ഒരു പ്രക്രിയാപരമായ അർത്ഥം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതിലൊരു ഭാഗം മാത്രം നാം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കേവലത്വത്തിൽ നിൽക്കും, അതൊരു വിവരമായിട്ട് നിൽക്കും. അതിനപ്പുറത്തേക്ക് കടന്നാൽ, ദൈവിക യുക്തിയുടെ തത്വത്തിലേക്ക് കടന്നാൽ, അതല്ലെങ്കിൽ സൃഷ്ടിയുടെ ക്രമത്തിലേക്ക് നമ്മൾ കടന്നാൽ ക്രിസ്തുവിനെ നമുക്ക് കൂടുതൽ തെളിമയോടെ കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അപ്പം ആദ്യത്തെ ഭാഗത്ത് നാം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും അതൊരു വിവരമായിട്ട് നമ്മുടെ ബോധമണ്ഡലത്തിൽ സ്വീകരിക്കുന്നുവെന്നേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കാനുള്ള അറിവിൻ്റെ സൂക്ഷ്മതയായി മാറുന്നില്ല. വചനം നാം സ്വീകരിക്കുമ്പോൾ വചനം ഒരു വിവരമായിട്ട് മാത്രം ഇരുന്നാൽ പോരാ. വചനം നമ്മിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ അതിനെ തിരിച്ചറിയണം, അതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് പോകണം. ആ കോണ്ടെക്സ്റ്റിലേക്ക് പോയി അതിനെ നിർവാഹക ശേഷിയുള്ള ഒന്നാക്കി മാറ്റണം. കേവലമായ അറിവിന് നിർവാഹക ശേഷിയില്ല. യേശു ഉയർത്തു വന്നതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. യേശു കുരിശിൽ മരിച്ചു എന്നതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നതിന് നമുക്കൊന്നും ചെയ്യാനില്ല. അത് ഒരു കേവല അറിവാണ്, വിവരമാണ്. അതിൽ നമ്മുടെ പ്രവർത്തനത്തിന് യാതൊരു സാധ്യതയുമില്ല. നമുക്കത് വിശ്വസിക്കാം. യേശു ദൈവമാണ്, നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കുമ്പോഴും യേശു ദൈവമാണെന്നത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന, എനിക്ക് നിർവാഹകത്വമുള്ളൊരു കാര്യമായിട്ട് മാറുന്നില്ല. അപ്പോൾ അങ്ങനെ മാറി നിൽക്കുന്ന അറിവ്, വിവരമായി നിൽക്കുന്ന അറിവ് ആവശ്യമുള്ളതല്ലേ? ആവശ്യമുള്ളതാണ്.
ലോഗോസ് ക്രിസ് ആവശ്യമുള്ളതല്ലേ? ആവശ്യമുള്ളതാണ്. വചനം അങ്ങനെ പഠിക്കാം, വചനത്തിന് വിവരമായി സ്വീകരിക്കാം. അവിടെ മാത്രം നിന്ന് പോകുമ്പോഴാണ് അപകടം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയൂലേ, ഇത്ര വചനം എഴുതി പ്രാർത്ഥിക്കുക, ഇന്ന വചനം എഴുതി പ്രാർത്ഥിക്കുക, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വചനം നാം വായിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പക്ഷേ അതൊരിക്കലും നമ്മിൽ ഇടപെടൽ ശേഷികൾ ഒന്നായിട്ട് മാറുന്നില്ല, നമുക്കതിൽ നിർവാഹകത്വമില്ല. ഇതൊരു വിവരം മാത്രമാണ്, അത് അറിവായി മാറുന്നില്ല. ഈ നിർവാഹകത്വം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നൊരു ശേഷി, അതിനെക്കുറിച്ച് ഒരു കോണ്ടെക്സ്റ്റായി അതിൻ്റെ ആന്തരികാർത്ഥത്തെ, ഭാവാർത്ഥത്തെ തിരിച്ചറിയുന്ന തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റുക. സാധാരണ പറയുന്നതാണ് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. മറിയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഞാനൊരു നന്മ നിറഞ്ഞ മറിയത്തെക്കുറിച്ചുള്ള പരാമർശം നടത്തിയപ്പോൾ ഒരാൾ വന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തു, ഹെയിൽ മേരി എന്നതിൻ്റെ ട്രാൻസ്ലേഷൻ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്, അങ്ങനെയല്ലല്ലോ സുവിശേഷത്തിൽ പറഞ്ഞത്. സുവിശേഷത്തിൽ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ അതിൻ്റെ ശരിക്കുള്ള വാക്ക്. അതിൻ്റെ ശരിക്കുള്ള വാക്ക് ഗ്രീക്കിലാണ് കൊയ്ക്കുരോത്തോമിന എന്നാണ്. നേരത്തെ മുൻ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. കൊയ്ക്കുരോത്തോമിന എന്ന് വെച്ചാൽ കൃപാപൂർണിമയാൽ ഉരുവാക്കപ്പെട്ടവളെ, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ അതിൻ്റെ ബാഹ്യാർത്ഥങ്ങളെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ട്രാൻസ്ലേഷൻ ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് എ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദൈവം തന്നെ ക്രിസ്തുവിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു, ഭാഷാന്തരം നടത്തി. കാരണം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് വരണം. അതിന് നമ്മുടെ ഭാഷ ശരീരത്തിൻ്റെയാണ്, അത് ശരീരത്തിൻ്റെ ഭാഷയിലേക്ക് വന്നു. താൻ കേട്ട വചനത്തെ മറിയം ട്രാൻസ്ലേറ്റ് ചെയ്യും. എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മറിയം അതിനെ പരിഭാഷപ്പെടുത്തുന്നു. അത് ഈ ജന്മം നൽകാനുള്ള അവകാശം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു തൻ്റെ ജീവിതാനുഭവങ്ങളുടെ മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹത്തെ പരിഭാഷപ്പെടുത്തുക. നന്മ ചെയ്യുന്നതും ഉയർപ്പിക്കുന്നതും പിശാചിനെ ബഹിഷ്കരിക്കുന്നതും എല്ലാം ട്രാൻസ്ലേഷനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ദൈവം എന്ത് ചെയ്യുന്നു, ദൈവം നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് ആകെ അതേ പറയാനുള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, വിഷമിക്കണ്ട. ദൈവം പറയുന്ന ഈ വാക്ക് ജീവിതം കൊണ്ട് നിവർത്തിയാക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ പരിഭാഷപ്പെടുത്തുകയാണ് ക്രിസ്തു. തൻ്റെ ജീവിതവും കുരിശുമരണവും ഉദ്ധാനവും വഴി ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ ഉയർപ്പും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുത്തുന്നു, പരിഭാഷപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനത്തെ അതിൻ്റെ സ്വാഭാവികാർത്ഥത്തിൽ മാത്രം കണ്ടാൽ പോരാ, വാക്യാർത്ഥത്തിൽ മാത്രം കണ്ടാൽ പോരാ, അതിൻ്റെ ആന്തരികതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റണം. അങ്ങനെ ആന്തരികാർത്ഥത്തെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് വചനത്തെ സ്വീകരിക്കാൻ പറ്റുക. മറ്റേ നമ്മുടെ ബുദ്ധിയിൽ സ്വീകരിക്കുന്ന കാര്യമാണ്, ഓർമ്മയിൽ സ്വീകരിക്കുന്ന കാര്യമാണ്, അതൊരു ശേഖരമാണ്. അതുകൊണ്ട് വചനങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് വെച്ചാൽ, കാണാതെ പഠിച്ച് അവിടെ തന്നെ സ്റ്റോർ ചെയ്താൽ അവിടെ ഇരിക്കും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കൊള്ളാം. വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായി മാറണമെങ്കിൽ, സങ്കീർത്തനം 119, 105 സംഭവിക്കണമെങ്കിൽ ആ വചനത്തെ ജീവിതത്തിനകത്ത് പ്രയോഗക്ഷമമാക്കാൻ കഴിയുന്ന വിധം അതിനെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുന്ന അനുഭവത്തിലേക്ക് വരണം. ഒരു ഇടപെടൽ ശേഷി വരണം. വചനത്തെ നമുക്ക് ഇഴകീറി പരിശോധിക്കാൻ പറ്റും. ആ വചനം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്താണ് പറഞ്ഞതിൻ്റെ പൊരുൾ, അതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്, അത് എന്നോട് എന്ത് പറയുന്നുണ്ട്, എനിക്കതിലെന്ത് ചെയ്യാനുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നമുക്കതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ്, നാം അതുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അനുഭവം ഉണ്ടാകുക. ഒരു പഴം അതായിരിക്കത്തിന് നമുക്ക് കഴിക്കാൻ സാധ്യമല്ല. അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ കളഞ്ഞ് അതിനെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന പഴമാകട്ടെ ദഹനപ്രക്രിയയിലൂടെ അതിൻ്റെ എല്ലാത്തരം ഗുണങ്ങളെയും മാറ്റി അതിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. അങ്ങനെ ഗ്ലൂക്കോസാക്കി മാറ്റിയത് രക്തത്തിൽ കലർന്ന് രക്തത്തിനകത്ത് അത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഊർജം. അങ്ങനെ ഊർജമായി നമുക്ക് അനുഭവപ്പെടുമ്പോഴാണ് പ്രവൃത്തി ചെയ്യാൻ ശേഷി. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പഴം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പഴം പഴമായിരിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴുകുന്നെങ്കിലോ അതേറെ ഫലം പുറപ്പെടുവിക്കും. വചനമാകുന്ന വിത്ത് നമ്മുടെ അകത്ത് അഴുകി
നമ്മുടെ ജീവിതവുമായി ഇഴചേർന്ന് നമ്മുടെ ജീവിതത്തിന് ഫലദായകത്വം ഉണ്ടാകും വിധം അത് മാറണമെങ്കിൽ വചനത്തെ വിവരമായി നിർത്തിയാൽ പോരാ, അതിനെ അകത്ത് പ്രവേശിപ്പിക്കണം. അകത്ത് പ്രവേശിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ബാഹ്യരൂപത്തെ ഉടയ്ക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് ചിന്ത ഉണ്ടാവണം, വ്യാഖ്യാനം ഉണ്ടാവണം. അപ്പോൾ കേവല അറിവ് തിരിച്ചറിവാകണം. അങ്ങനെ തിരിച്ചറിവാകുന്ന അറിവ് മനസ്സിലാക്കൽ എന്ന പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ അത് എൻ്റെ മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുക എന്നത് എൻ്റെ ഇടപെടൽ അതിനകത്തുണ്ടാകണം. ദൈവവചനത്തിൽ നാം അങ്ങനെ ഇടപെടാതിരുന്നാൽ, ദൈവവചനത്തെ നാം അങ്ങനെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കാതെ പോയാൽ നമുക്ക് അനുഭവമില്ലാണ്ട് പോകും. മാത്രമല്ല, ഇനി അങ്ങനെ നാം ദൈവത്തിൻ്റെ തിരുവചനത്തെ എങ്ങനെയാണ് ഈ ഇഴകേറി പരിശോധിക്കുന്ന, വ്യാഖ്യാനിക്കുന്നത്? ഓരോ കാഴ്ചപ്പാടിലൂടെയാണ്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് വചനത്തെ കാണാൻ പറ്റുക. അതുകൊണ്ടാണ് വചനത്തിന് വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. ഒരേ വചനത്തിന് തന്നെ പലതരത്തിൽ വ്യാഖ്യാനങ്ങൾ. കാരണം അവരവരുടെ കാഴ്ചപ്പാടിലാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പരിശോധിക്കണം. ഞങ്ങളൊരു ദേവാലയത്തിൽ പണ്ട് ധ്യാനിപ്പിക്കാൻ പോയി. അപ്പോൾ ടീമംഗങ്ങളുമായി പുറത്തിറങ്ങി ധ്യാനമൊക്കെ തുടങ്ങുന്നതിന് പകലേ എത്തിയിട്ടുണ്ട്. ഈവനിങ് ആണ് ധ്യാനം. അപ്പോൾ ഒന്ന് പള്ളിയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. പള്ളിയുടെ പുറത്ത് നിൽക്കുമ്പോൾ അതിൽ ഒരാൾ, അദ്ദേഹം പെയിൻറ്റിങ് ജോലിയായിട്ട് ബന്ധമുള്ള ആളാണ്. അയാൾ പറഞ്ഞു, 10 വർഷമെങ്കിലും ആയിട്ടുണ്ട് പള്ളി പെയിൻറ് ചെയ്തിട്ട്, പൂപ്പലൊക്കെ പിടിച്ചേക്കുന്ന കണ്ടില്ലേ. അയാളുടെ ചിന്തയിൽ, അയാളുടെ ഭാവനയിലുള്ളത് പെയിൻറ്റിങ് എന്ന ഒരു സങ്കേതമാണ്. അത് ഉപയോഗിച്ച് അയാൾ ഇതിനെ കണ്ടു. വേറൊരാൾ പറഞ്ഞു, എത്രയോ മരങ്ങളാണ്, എത്രയോ ഫലവൃക്ഷങ്ങൾ, ഇങ്ങനെ വേണം സ്ഥലങ്ങളിൽ. ഇങ്ങനെ നമ്മൾ വീടുകളിലൊക്കെ മരം ഇല്ലാണ്ടായിപ്പോൾ എത്ര മരങ്ങളാന്ന് നോക്കി, എന്തൊക്കെ മരങ്ങളാന്ന് നോക്കി. അയാളുടെ സ്വപ്നത്തിനകത്ത് ചുറ്റും മരമുള്ളൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതി സ്നേഹമെന്ന, പ്രകൃതി സ്നേഹം അതാണോ എന്ന് ചോദിച്ചാൽ വേറെ കാര്യം, പ്രകൃതി സ്നേഹമെന്ന ചിന്തയാകാം. ഞാൻ അവിടെ നിന്ന് ചിന്തിച്ച് വേറൊരു കാര്യമാണ്. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, കിടക്കാൻ മനുഷ്യന് ഇടയില്ലാത്ത സമയത്ത് കർത്താവിനെന്ന പേരിൽ ഇത്തരം ഭൂമി വളച്ചു കെട്ടി വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചത്. എത്രയോ മനുഷ്യർ കിടക്കാനിടമില്ലാതെ ക്രിസ്തു തെരുവിൽ അലയുന്നു. ഇവിടെ ഏക്കർ കണക്കിന് ഭൂമി കെട്ടിവളച്ച് ദൈവത്തിന് വസിക്കാനെന്ന പേരിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നു. ദൈവം യഥാർത്ഥത്തിൽ എന്ത് വിചാരിക്കും? അപ്പോൾ ഓരോരുത്തരും കാണുന്ന ഓരോ തരത്തിലാണ്, അവരുടെ വീക്ഷണകോണിലാണ്. ആ വീക്ഷണകോണില്ലാത്ത ആരുമില്ല. ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നല്ലാതെ ചിന്തിക്കാൻ സാധ്യമല്ല. മനുഷ്യപക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ ക്രിസ്തു മാനുഷികതയിൽ ഇടപെടുന്ന നമുക്ക് മനസ്സിലാവൂ. മതത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ കർശനമായ നിയമങ്ങളും വിലക്കുകളും ഒക്കെ ആവശ്യമുണ്ട്. ഇങ്ങനെ ചിട്ടവട്ടങ്ങൾ വേണം, അസഹിഷ്ണുത വേണം, ഞങ്ങളൊരു വിശുദ്ധ ജനം, നിങ്ങളൊക്കെ കൊള്ളില്ലാത്തവർ എന്ന് ചിന്തയുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മുടെ നിലപാട് തരാദ്യം മനസ്സിലാക്കണം ക്രിസ്തുവിൽ. നാം നിലപാട് നിൽക്കുന്നത് ക്രിസ്തുവിലാണ്, മനുഷ്യത്വം പൂണ്ട ദൈവത്തിൽ. പരമേശ പവിത്രപുത്രൻ, മനുഷ്യാകാരം പൂണ്ട ദൈവം, അവിടെയാണ് നിന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് മാനുഷികതയും ദൈവികതയും കൂട്ടിയോജിപ്പിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ് നാം നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ, നാം കേൾക്കുന്ന വചനത്തെ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു പുതിയ വഴി തുറന്നു കിട്ടും. നിയമാവർത്തന ഗ്രന്ഥത്തിൽ 30-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിലും റോമർ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിലും നമ്മൾ വായിക്കും, വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും ഹൃദയത്തിലും അതുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്കത് പാലിക്കാൻ പറ്റും. ഈ മനസ്സ് വയ്ക്കണമെങ്കിൽ നമുക്ക് ഈ വചനത്തെ വ്യാഖ്യാനിക്കാൻ കഴിയണം. ലോഗോസ് എന്ന അർത്ഥത്തിൽ ദൈവിക യുക്തിയായി, ദൈവിക യുക്തിയുടെ തത്വമായി, സൃഷ്ടിയുടെ ക്രമമായി ക്രിസ്തുവാകുന്ന വചനത്തെ മനസ്സിലാക്കാൻ തുനിയുമ്പോൾ അതിന് സാമാന്യ അർത്ഥത്തിൽ നിന്ന് ആന്തരികമായ അർത്ഥത്തിലേക്ക് പ്രവേശിക്കും. ഈ ആന്തരിക അർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ദൈവവചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ, അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയും. അതല്ലെങ്കിൽ നാം അതിൻ്റെ കേവലാർത്ഥത്തിൽ കുടുങ്ങിപ്പോവും. അങ്ങനെ കേവലാർത്ഥത്തിൽ കുടുങ്ങിപ്പോകുമ്പോഴാണ് പിശാചുബാധ ഒഴിവാക്കുന്നതാണ് പരമപ്രധാനം, ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവനാണ് പരമപ്രധാനം എന്ന നിലയിലേക്ക് നമ്മൾ മാറുന്നത്. അതുകൊണ്ടാണ് ഓരോ വചനം എടുത്തിട്ട് ആ വചനത്തെ മനുഷ്യവിരുദ്ധമായ നിലയിൽ വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിപ്പോകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ആദ്യം നാം വചനം സ്വീകരിക്കുന്നു. ആ വചനം സ്വീകരിക്കുന്ന ആദ്യ രൂപത്തിലാണ്, അതൊരു വിവരം മാത്രമാണ്. ആ വിവരം നമ്മൾ സ്വീകരിക്കുന്നു. ആ വിവരത്തെ
നമുക്ക് ദൈവം നൽകിയിട്ടുള്ള യുക്തി ഉപയോഗിച്ച് നമ്മൾ വിശകലനം ചെയ്യണം. അതെന്തുകൊണ്ട് പറയുന്നു, എന്ന് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, എന്നോടെന്താണത് പറയുന്നത്, എന്നിൽ നിന്ന് എന്താണ് ആ വചനത്തിന് അനുഗുണമായി ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ അത് എൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നൊരു അനുഭവമായിട്ട് മാറും. മനസ്സിലാക്കൽ എന്ന ഈ കർമ്മത്തിലേക്ക് കടക്കാൻ, വ്യാഖ്യാനത്തിലേക്ക് കടക്കാൻ നമുക്കൊരു നിലപാട് വേണം. ആ നിലപാടാകട്ടെ ഒരിക്കലും സ്വന്തമോ അല്ലെങ്കിൽ പക്ഷം ചേരുന്നതല്ല, ക്രിസ്തുവിൽ, ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവിൽ നിലപാടുറപ്പിച്ചുകൊണ്ടാണ്. ക്രിസ്തു എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ദർശനപരത എന്ന് പറയുന്നത് കേവല കാഴ്ചയല്ല. ദർശനപരത എങ്ങനെയാണ്? ക്രിസ്തു എങ്ങനെ ഈ കാര്യത്തെ കാണുന്നു, ക്രിസ്തു എങ്ങനെ ഈ ജീവിത സന്ദർഭത്തെ നേരിടും, ക്രിസ്തു ആണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും, ക്രിസ്തു എന്താണ് ഇതിലൂടെ പറയുന്നത്, ക്രിസ്തു എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ജീവിത സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അകത്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിൽ വചനം നമ്മുടെ ജീവിതവുമായി ഇഴുകിച്ചേരുന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. അങ്ങനെ അനുഭവം ഉണ്ടാകാത്ത കാലത്തോളം നമുക്ക് ക്രിസ്തുവിൽ പുരോഗമിക്കാൻ സാധ്യമല്ല, ഇതിൻ്റെ സമ്പൂർണ്ണ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ, വചനത്തെ വ്യാഖ്യാനിക്കുന്ന ഇടപെടുന്നൊരു അനുഭവം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ, ഒരു വിമർശ്യ ബോധത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. വ്യാഖ്യാനിക്കുന്ന അനുഭവം ഉണ്ടായി, തിരിച്ചറിവുകളുണ്ടായി, അപ്പോൾ സംശയങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, കേവലാത്ഭുതമായി നമുക്ക് സ്വീകരിക്കാൻ വിവരം മാത്രം മതി. യേശു എന്തുകൊണ്ട് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി? യേശു എന്തുകൊണ്ട് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി എന്ന ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് നമുക്ക് പലവിധ അർത്ഥങ്ങൾ അതിന് കിട്ടുന്നു. യേശുവിന് കാരുണ്യം ഉണ്ടായിട്ടാണെന്ന് പറയാം സാമാന്യാർത്ഥത്തിൽ. അതേസമയം കുഷ്ഠരോഗം അന്ന് എന്തായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, കുഷ്ഠരോഗം അന്ന് പരിഹാരമില്ലാത്തൊരു രോഗമായിരുന്നു, ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗമായിരുന്നു. മാത്രമല്ല, യഹൂദ പശ്ചാത്തലത്തിൽ ഒരു അശുദ്ധിയായത് പരിഗണിക്കപ്പെട്ടിരുന്നു. അങ്ങനെ അശുദ്ധനാകുന്നവൻ ഭ്രഷ്ടനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഭ്രഷ്ടനാക്കപ്പെടുന്ന ഒരുവനാണ് കുഷ്ഠരോഗി. അവനാണ് യേശുവിനോട് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും, എനിക്ക് മനസ്സുണ്ടോ, നിനക്ക് സുഖപ്പെടട്ടെ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് കുഷ്ഠരോഗി പറയുന്ന ആ ഭാഗം യഥാർത്ഥത്തിൽ അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യമായ അന്തരീക്ഷത്തെ കൂടി വെളിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സുണ്ട്, അതുകൊണ്ട് നീ അശുദ്ധനല്ല, നീ ശുദ്ധനാണ് എന്ന് പറയാൻ. ഇനി അന്ന് അപരിഹാര്യമായ രോഗമാണ്. അങ്ങനെ അപരിഹാര്യമായ രോഗം സുഖപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ, ദൈവമാണ് താനെന്ന് വെളിപ്പെടുത്താൻ. ഇനി ശരീരത്തിന് മേൽ അധികാരമുള്ളവൻ താനാണ്. രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ ശരീരത്തിന് മേൽ അധികാരം ക്രിസ്തു പ്രയോഗിക്കുന്നു. ഇങ്ങനെ ശരീരത്തിൽ ക്രിസ്തു വസിക്കുന്നു, നിന്റെ ശരീരത്തിനകത്ത് ഇടപെടുന്ന ആളാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടി ക്രിസ്തു സുഖപ്പെടുത്തുന്നു. ഇനിയുമോ? ഇനി യേശു കുരിശിൽ അർപ്പിക്കാൻ പോകുന്ന യാഗം, ആ യാഗം മുഖേന ഉണ്ടാകുന്ന രക്ഷ, 1 പത്രോസ് 2:24, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ആ വചനത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ മുന്നാസ്വാദനം എന്ന നിലയ്ക്ക് തൻ്റെ കുരിശുമരണത്തിൻ്റെ മുന്നോടിയായി താൻ രോഗത്തിന് മേൽ നേടുന്ന വിജയത്തിൻ്റെ മുന്നാസ്വാദനമായി ക്രിസ്തു രോഗിയെ സുഖപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ യേശുവിന് കഴിയുമോ? എൻ്റെ രോഗങ്ങളിൽ ഇടപെടാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമോ? അവിടെയാണ് നമ്മുടെ അകത്ത് അവൻ ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുക. കൊളോസ്യർ 1:27 പറയും, മഹത്വത്തിൻ്റെ സമ്പൂർണ്ണതയായി അവൻ നിങ്ങളിൽ വസിക്കുന്നു. അവൻ അകമേ വസിക്കുന്നുവെന്നും അവന് എൻ്റെ ശരീരത്തിനകത്ത് ഇടപെടാൻ കഴിയുമെന്നും എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും എന്നിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യേശു അകമേ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എനിക്ക് വരാൻ കഴിയുക. അപ്പോൾ വചനം കേവലം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ സന്ദർഭമാക്കി മാത്രം നിർത്തിയാൽ വിവരമാക്കി നിർത്താം, കേവല അറിവായിട്ട് നിർത്താം. ആ അറിവിനെ വ്യാഖ്യാനിക്കുമ്പോൾ, ഇത്തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പൊരുളിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ പൊരുളിലേക്ക് പ്രവേശിക്കാത്ത ഒരു വചനവും ഹൃദയത്തെ സംഗ്രഹിക്കാൻ കഴിയില്ല. ജീവിതാനുഭവമായിട്ടത് മാറില്ല. ഇപ്പോൾ സംഭവിക്കുന്ന പെശകെന്താ? വചനമെല്ലാം അറിയാം, ധ്യാനങ്ങൾ ഏറെ കൂടി, വചനങ്ങൾ ഒട്ടേറെ കാണാപ്പാഠം പഠിച്ചു, ഏത് ഭാഗം കേട്ടാലും മനസ്സിലാവും. പക്ഷേ
അതെല്ലാം ബുദ്ധിയിൽ കളിക്കുന്നതിനപ്പുറം അകത്തേക്ക് പ്രവേശിക്കില്ല. അതുകൊണ്ട് കേൾക്കുന്നു, അത് സ്വീകരിക്കുന്നു, സന്തോഷിക്കുന്നു, കൈയടിക്കുന്നു. അത് കഴിഞ്ഞ് ആ വചനം എൻ്റെ ജീവിതവുമായി പ്രക്രിയാപരമായി ഇടപെടുന്ന ഒന്നായിട്ട് മാറുന്നില്ല. അതെന്നിൽ നിന്ന് മാറി നിൽക്കുന്നു. ഞാനും ദൈവവും രണ്ടായിട്ട് തന്നെ. അപ്പോൾ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. മറിയം സംഗ്രഹിച്ചതുപോലെ ലൂക്ക 2:19 2:51 മറിയം അത് സംഗ്രഹിക്കുന്നുണ്ട്. ഒരിടത്ത് ശിമിയോൻ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശിമിയോൻ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ട് മറിയം കുരിശിൻ്റെ ചുവട്ടിൽ വരെ പതറാതെ നിൽക്കുന്നു. കാരണം വചനമാകുന്ന ക്രിസ്തു ഹൃദയത്തിലുണ്ട്, സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് അവനെ അടക്കം ചെയ്തപ്പോഴും അമ്മ ഓടിപ്പോകുന്നില്ല കല്ലറയിലേക്ക്. 3-ാം ദിനം അവനെ ഉയർത്തോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം അമ്മയ്ക്കില്ല. കാരണം അവൾ അത് മുൻപേ തിരിച്ചറിയുന്നു. ക്രിസ്തു ഇപ്രകാരമെല്ലാം സഹിക്കണമെന്നും ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്നും ഹൃദയത്തിൽ സംഗ്രഹിച്ച വചനം അവളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഹൃദയത്തിൽ വചനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ജീവിതാനുഭവങ്ങളിൽ അവനെ തിരയാതിരിക്കാൻ അവൾക്ക് കഴിയുന്നത്. ലൂക്ക 2:51 നമ്മൾ കാണും, അവൻ ആ സംഭവിച്ചവയെല്ലാം, മകനെ നഷ്ടപ്പെട്ട് തിരികെ വരുമ്പോൾ ഞാൻ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? മനസ്സിലായില്ല. പക്ഷേ ആ അനുഭവത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ട് 3-ാം നാളിൽ അവൻ ഉദ്ധിതനാകുമെന്ന കാര്യത്തിൽ മറിയത്തിന് സംശയമില്ല. അപ്പോൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന അനുഭവം ഉണ്ടാകണം. എന്തുകൊണ്ട്, എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ഹൃദയത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകണം. അപ്പോഴാണ് അത്തരത്തിലുള്ള ന്യായപ്രമാണ ഗ്രന്ഥം ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കുക. ഹൃദയത്തിനകത്ത് പ്രവേശിക്കാത്ത ന്യായപ്രമാണ ഗ്രന്ഥത്തിന് പ്രയോഗക്ഷമതയില്ല. അത് കേവലം വാക്കാണ്. അങ്ങനെ കേവലം വാക്കുകൾക്ക് ശക്തിയില്ല. ആ വാക്കിൽ തന്നെ അതില്ല. ഒരു വാക്കിനകത്ത് ആ വാക്കിൻ്റെ അനുഭവതലമില്ല, അത് പുറത്താണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് വായിക്കേണ്ടി വരുന്നത്. വചനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് അസ്വസ്ഥത ഉണ്ടാകുന്നതും അനുഭൂതികൾ ഉണ്ടാകുന്നതും അനുഭവം ഉണ്ടാകുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അതെൻ്റെ ഹൃദയത്തിനകത്ത് ഇത്തരം ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നതുകൊണ്ടാണ്, വ്യാഖ്യാനത്തിന് തയ്യാറാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വചനം വ്യാഖ്യാനക്ഷമതയുള്ളതാകണം ഹൃദയത്തിനകത്ത്. വചനം ഹൃദയത്തിനകത്ത് ദഹിപ്പിക്കാൻ കഴിയുന്നതായിട്ട് മാറണം. അങ്ങനെ വചനത്തെ ഇഴകേറി പരിശോധിക്കുമ്പോഴാണ് എൻ്റെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുക. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നു. യേശു ലാസറിനെ ഉയർപ്പിച്ചത് മഹത്തായ കാര്യമാണ്. പക്ഷേ യേശു ലാസറിനെ ഉയർപ്പിച്ച സംഭവം കേവലമായിട്ടാണ് വായിക്കുന്നതെങ്കിൽ, വ്യാഖ്യാനപരത ഇല്ലാണ്ടാണ് വായിക്കുന്നതെങ്കിൽ അതിൽ കാര്യമായി പറയാനൊന്നുമില്ല. യേശു ഒരു അത്ഭുതം ചെയ്തു, മരിച്ചവനെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. അങ്ങനെ കേവലമായ ഒരു ധാരണയാണ് മനസ്സിനകത്തുള്ളതെങ്കിൽ ഒരു അത്ഭുത പ്രവർത്തകനായി ക്രിസ്തുവിനെ കാണാൻ പറ്റും. അത് എൻ്റെ ജീവിതത്തിൽ ഉദ്ധാനം നൽകുന്ന ഒരുവനായിട്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. യേശുവിൻ്റെ ഉദ്ധാനത്തെ തിരിച്ചറിയാനും യേശുവിൻ്റെ ഉദ്ധാനം വഴി എനിക്ക് കൈവന്നിട്ടുള്ള ഉദ്ധിതാവസ്ഥയെ എനിക്ക് തിരിച്ചറിയാനും കഴിയാതെ പോയാൽ സ്വാഭാവികമായി കേവലം വായിച്ചു വിടുന്നൊരു കഥ പോലെ ഇത് വിടാമെന്നല്ലാതെ ഹൃദയബന്ധം ഉണ്ടാകുന്നില്ല, അനുഭവതലത്തിലേക്ക് വരുന്നില്ല, ജീവിതത്തിൽ അത് ഗുണപ്പെടില്ല. ഈശോയേറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്? ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്ക് കാണാം. യോഹന്നാൻ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ യേശു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല. ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം. രോഗം മരണത്തിൽ കലാശിക്കാറുണ്ടല്ലോ. രോഗം വന്ന് എത്രയോ പേര് മരിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ഉള്ളി വരും, രോഗമില്ലാതെ ആളുകൾ മരിക്കുന്നില്ലേ? മരണത്തിനൊരു കാരണം വേണമെന്നുണ്ടോ? TV കണ്ടിരുന്ന് പൊട്ടിച്ചിരിച്ച ചേട്ടൻ പെട്ടെന്ന് മരിച്ചുപോയി, ഹൃദയാഘാതം ഉണ്ടായി. ഒരു രോഗം ഉണ്ടായിരുന്നതല്ല, ഒരൊറ്റ ചിരിയ. എന്തു പറയും? രോഗം വന്നാണ് ആളുകൾ മരിക്കുന്നതെന്ന് പറഞ്ഞാൽ. വേറൊരാൾ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോറ് ശിരസിൽ കയറി, അത് ശ്വാസകോശത്തിൻ്റെ നാളിൽ കയറി, ആൾ മരിച്ചുപോയി. കഴിഞ്ഞിടയ്ക്ക് ഒരു വാർത്ത വായിച്ചത് ഇങ്ങനെയാണ്: ഒരു ലോറി ഡ്രൈവർ പൊറോട്ട കഴിച്ച് മരിച്ചുപോയി. കഴിച്ചപ്പോൾ വേഗം കഴിച്ചതാണ്, ആൾ മരിച്ചുപോയി, തൊണ്ടയിൽ കുരുങ്ങി. വേറൊരു അത്ഭുതകരമായ സംഭവം,
പനി വന്നു. 2 ലക്ഷം രൂപ മുടക്കി പരിശോധനകൾ നടത്തി. പനി വന്നിട്ട് 2 ലക്ഷം രൂപ മുടക്കി പരിശോധന നടത്തി. ഒരു രോഗവുമില്ലെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. എറണാകുളത്തുണ്ടായ സംഭവമാണ്. വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞത് കണ്ടോ, 2 ലക്ഷം രൂപ പോയെങ്കിൽ എന്താ, ഒരു രോഗമില്ലെന്ന് ഉറപ്പായില്ലേ. അങ്ങനെ ഈ റിപ്പോർട്ട് കാണിച്ചു. ആൾ കുഴഞ്ഞു വീണു മരിച്ചുപോയി. മരണം മനുഷ്യന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത, അവൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ എപ്പോഴുമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മരണം ഒരു മിഥ്യയോ സങ്കല്പമൊന്നും അല്ലല്ലോ, ഒരു യാഥാർത്ഥ്യമാണ്. എപ്പോ എങ്ങനെ എന്നൊന്നും പറയാൻ കഴിയില്ല. ഉച്ചിയിലൊരു വെള്ളയ്ക്ക് വീണാൽ മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ, അന്ന് വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുമ്പിൽ ഗേറ്റിന് മുമ്പിൽ ഒരു തെങ്ങുണ്ട്. അതുമെന്നൊരു വെള്ളയ്ക്ക കൃത്യമായി നെറുകെ വീണു. ഓട്ടുപാത്രത്തിൽ വീഴുന്നൊരു ശബ്ദവും കേട്ടു, ഠിം. ഒന്നും സംഭവിച്ചില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയാത്തൊരു കാര്യം, മരണത്തിനൊരു റീസൺ വേണ്ട. മരണത്തിൻ്റെ കാരണം എന്താണ്? മരണത്തിൻ്റെ കാരണം തിരികെ പോക്കാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ലാസറിൻ്റെ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല എന്ന് യേശു പറയുന്ന വാക്യം ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ലാസർ മരിക്കാമോ? എന്നിട്ട് ലാസർ മരിച്ചില്ലേ? അപ്പോൾ യേശു അങ്ങനെ പറഞ്ഞിട്ടും ലാസർ മരിച്ചല്ലോ. യേശു പറഞ്ഞതിൻ്റെ പൂർണ്ണാർത്ഥം എവിടെയാണ്? യേശുവിനെ ഉയർപ്പിക്കുമ്പോഴാണ്. ഉദ്ധാനമാകുന്ന യേശുവിനെ മനസ്സിലാക്കാൻ, മനുഷ്യജീവിതത്തിനകത്ത് അവിടെ നിന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ലാസറിനെ ഉയർപ്പിക്കുന്നു. ലാസറിൻ്റെ ഉയർപ്പ് നിത്യമായ ഉയർപ്പല്ല. ഇനിയും രോഗം വരും, ലാസർ മരിച്ചു പോകും. ഇനിയും തട്ടി വീഴും, ലാസർ മരിച്ചു പോകും. ലാസർ മരിച്ചുപോയി. എന്നാൽ എന്നേക്കും ഉദ്ധിതനാകുന്ന ഒരുവൻ, ഉയർപ്പ് നൽകാൻ കഴിവുള്ള ഒരുവൻ എന്നേക്കും ഉദ്ധിതനാകുന്നു എന്ന കാര്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് ലാസറിൻ്റെ ഉദ്ധാനത്തിൽ. അങ്ങനെയാണെങ്കിൽ യേശു തൻ്റെ കുരിശിലെ മരണത്തിനും ഉദ്ധാനത്തിനും മുൻപ് ആ ശേഷിയാൽ ലാസറിനെ ഉയർപ്പിക്കുന്നുവെങ്കിൽ, ക്രിസ്തു നിശ്ചയമായും എന്നെയും ഉയർപ്പിക്കും. എൻ്റെ ശരീരം നിത്യമായ മരണത്തിനവിടെ നിന്ന് വിട്ടുകൊടുക്കില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ക്രിസ്തുവിൽ എനിക്ക് ഉദ്ധാനമുണ്ടെന്നും ഹൃദയത്തിൽ ബോധ്യപ്പെട്ട് ജീവിക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ ഞാൻ ലാസറിൻ്റെ മരണത്തെ ഇങ്ങനെ നോക്കിക്കാണണം. അല്ലെങ്കിൽ വേറെ ഒരു ഭാവി പ്രതീക്ഷയായിട്ട് മരിച്ചാൽ ഉയർക്കുമെന്ന് വിചാരിക്കേണ്ടി വരും. ശരീരത്തിനകത്ത് ഇടപെടാൻ കഴിയുന്ന ഒരുവൻ, മരണത്തിൽ നിന്ന് തന്നെ വിമോചിപ്പിക്കാൻ കഴിയുന്ന ഒരുവൻ, എൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവൻ, യേശു എന്നിൽ, യേശു നിന്നിൽ. അങ്ങനെ നീ ചിന്തിക്കുമ്പോഴാണ് നീ പ്രധാനപ്പെട്ട ഒരാളായി മാറുന്നത്. പ്രധാനപ്പെട്ട ഒരാളെന്ന് വെച്ചാൽ എല്ലാവർക്കും മേലെയായ ഒരാളല്ല, എല്ലാവർക്കും ദാസനായ ഒരാൾ, എല്ലാവർക്കും വേണ്ടി പകരം നിൽക്കുന്നയാൾ, എല്ലാവർക്കും വേണ്ടി മരിക്കുന്ന ഒരാൾ. അങ്ങനെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവമായി വന്നാലല്ലേ എൻ്റെയും നിങ്ങളുടെ ജീവിതം സാക്ഷാത്കാരത്തിലേക്ക് പ്രവേശിക്കും. ഞാൻ അതിൻ്റെ ഭാഗങ്ങൾ വേറെ പറയാനുണ്ട്. എങ്കിലും ഈ വ്യാഖ്യാനം എന്നത് നമ്മൾ തിരിച്ചറിയണം. വചനത്തെ ഇങ്ങനെ പരിശോധിക്കുന്നവരാകാൻ നമുക്ക് കഴിയണം. കണ്ണടച്ച് വിശ്വസിക്കരുത്. പലരും പ്രഘോഷങ്ങളിൽ പറയുന്നത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണമെന്നാണ്. കണ്ണടച്ച് വിശ്വസിച്ചാൽ അത് അവിടെ ഇരിക്കും, പരണത്തിരിക്കും. അതൊരിക്കലും ജീവിതത്തിലേക്ക് വരില്ല. വിത്ത് ഹൃദയത്തിൽ നിക്ഷേപിക്കണം. ഹൃദയം ഒരു അനുഭവതലമാണ്. ആ അനുഭവതലത്തിൽ വെച്ച് വചനത്തെ പരിശോധിക്കാൻ, ഇഴകേറി പരിശോധിക്കാൻ, എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിശ്ചയമായിട്ടും ആ പഴം നമുക്ക് ഉപയോഗശൂന്യമാണ്, ഫലദായകത്വമുള്ളതല്ല, നമുക്കത് എനർജി നൽകില്ല. യേശുക്രിസ്തുവിൽ ജീവിതത്തിന് പ്രത്യാശ എന്ന് പറയുന്നത് ഈ പരിശോധന വഴി, ഹൃദയം വ്യാഖ്യാനിച്ചത് വഴി, തിരിച്ചറിഞ്ഞത് വഴി, ഹൃദയത്തിനകത്തുണ്ടായ ബോധ്യത്തിൽ നിന്നാണ്. ഇതിവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇനി അപ്പുറത്തേക്ക് വിമർശബോധത്തിലേക്കും സൗന്ദര്യാത്മക ബോധത്തിലേക്കൊക്കെ അത് വളരേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. പക്ഷേ നമുക്ക് മിനിമമായി വചനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. സ്വന്തം വ്യക്തിക്കനുസരിച്ച് അതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്താനല്ല, വചനത്തെക്കുറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ, വചനത്തിൻ്റെ അകപ്പൊരുളിനെ തേടാൻ, അതിനകത്തേക്ക് തിരിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കുഴപ്പം എന്താണ്? നമുക്കതിൻ്റെ അർത്ഥം തിരിച്ചറിയാൻ പറ്റാതെ പോകും.
നാം ഏതെങ്കിലും ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തുമ്പോൾ അത് പരിപൂർണമാണെന്ന് വിചാരിക്കരുത്. കാരണം അങ്ങനെ പരിപൂർണമായി വചനത്തെ വ്യാഖ്യാനിക്കാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ഇതാണ് പരമപ്രധാനം, ഇതാണ് സത്യം. അങ്ങനെ വ്യാഖ്യാതാക്കളുടെ ഒരു പ്രത്യേകത അതാണല്ലോ, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ഇതിനപ്പുറം ഇനി കണ്ടെത്താനില്ല എന്ന് കരുതണ്ട. എനിക്കൊരു തോന്നലുണ്ടായി, എനിക്കൊരു ബോധ്യം ഉണ്ടായി. എൻ്റെ ബോധ്യം നിരന്തരമായി എൻ്റെ അകത്ത് ചർച്ച നടക്കേണ്ടതുണ്ട്. നിരന്തരമായ ഒരു അന്വേഷണാത്മകത അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അവിടെയാണ് ധ്യാനം ഉണ്ടാകുന്നത്. അല്ലാതെ വചനം കേൾക്കാൻ പോകുന്നിടത്ത് സംഭവിക്കുന്ന ധ്യാനമല്ല, അത് വിവരശേഖരണം മാത്രമാണ്. ധ്യാനം ഉണ്ടാകുന്ന എവിടെയാണ്? കുത്തിയിരുന്ന് കണ്ണടച്ചൊരു വചനത്തെക്കുറിച്ച് ബലം പിടിച്ച് ചിന്തിച്ച് ഇപ്പം കണ്ടെത്തിക്കളയും എന്നും കരുതണ്ട. അത് സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യമല്ല. ഒരു വചനം ഹൃദയത്തിനകത്ത് ചോദ്യം ചെയ്യപ്പെടാനും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ഹൃദയത്തിൻ്റെ ഭാവത്തിലേക്ക് തുറന്നു കൊടുക്കാനും കഴിയുമ്പോൾ ആ വചനത്തെക്കുറിച്ച് ചർച്ചകൾ അരങ്ങേറാൻ തുടങ്ങും. എവിടെയെങ്കിലുമൊക്കെ വക്കുമൂലെത്തിക്കഴിയുമ്പോൾ എത്തിപ്പോയേ എന്ന് വിചാരിക്കേണ്ട, ഇനിയും എത്താനുണ്ട്. അതുകൊണ്ട് നിരന്തരമായി ഉള്ളിൽ കേൾക്കുന്ന വചനത്തോട് ചോദ്യങ്ങൾ ചോദിക്കണം. ക്രിസ്തുവാകുന്ന വചനത്തെ ജീവിതാനുഭവമാക്കി മാറ്റാൻ കഴിയും വരെ, ജീവിതത്തിൻ്റെ ലാവണ്യമായി, സ്നേഹത്തിൻ്റെ സമ്പൂർണതയായി, നമ്മെ തന്നെ മറികടന്ന് നമ്മെ ഭേദിച്ച് ആ വചനം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നത് വരെ, അത് വാക്കുകൊണ്ടല്ല കേട്ടോ, ജീവിതം കൊണ്ട് നമ്മെ തന്നെ ഭേദിച്ച് സ്നേഹത്തിൻ്റെ സമ്പൂർണതയായി സകലതിലേക്കും നിവേശിപ്പിക്കപ്പെടുന്ന ദൈവസ്നേഹത്തിൻ്റെ അരുവിയായി മാറാൻ കഴിയുന്നത് വരെ അത് തുടരേണ്ടതാണ്. അതുകൊണ്ട് വചനം വ്യാഖ്യാനിക്കാൻ ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞ് ആളുകളോട് പറയുന്നതിൻ്റെ പേരല്ല വ്യാഖ്യാനിക്കൽ. വ്യാഖ്യാനമെന്ന ഒരു മേഖലയിലേക്ക്, ഒരു തലത്തിലേക്ക് നാം ഉയരണം. അപ്പം നിരന്തരമായി വചനത്തോട് നിരന്തരമായി ചോദിച്ചും കലഹിച്ചും നിരന്തരമായി വചനത്തിൻ്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രയാണം എത്രത്തോളം തുടരാൻ കഴിയുന്നുവോ അത്രത്തോളം അനുഭവത്തിൻ്റെ പുത്തൻ മേഖലകളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ മാത്രമേ വചനം നമ്മിൽ ഇടപെടുന്ന ഒന്നായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. അങ്ങനെ ഇടപെടൽ ശേഷി ഉണ്ടാകുന്നതിൻ്റെ ഒരു ഭാഗം വ്യാഖ്യാനത്തിലാണ്. ഇനി അതിൻ്റെ വിമർശം, സൗന്ദര്യാത്മക ബോധം എന്ന ഭാഗത്തേക്കൊക്കെ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ വരാം. ആത്മീയ പാഠങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വചനം കേട്ട് തള്ളുന്ന ഒന്നായി പോകരുത്. പലപ്പോഴും സംഭവിക്കുന്ന, വചനം കേട്ട് തള്ളുന്ന ഒന്നായി പോകുന്നു. കേൾക്കുന്നു, കാതോർക്കുന്നു, തള്ളിക്കളയുന്നു. അതുകൊണ്ട് വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു, ഈ വചനം പ്രാർത്ഥിച്ച കാര്യം നടക്കുന്നു വിശ്വസിക്കുന്നു, അങ്ങനെ 3 വചനത്തെ സെലക്ട് ചെയ്യുന്നു, ആരെങ്കിലും പറഞ്ഞ വചനത്തെ നോക്കുന്നു. അങ്ങനെയല്ല. പുതിയ നിയമം വായിക്കാൻ തുടങ്ങണം. വായിക്കാൻ തുടങ്ങുമ്പോൾ സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ചും നിങ്ങളുടെ വികാരിയച്ഛന്മാർ, അവരെ സഭ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ ഒരു കാലത്തും അവരോട് ചോദിക്കുകയില്ല, അവരൊരു കാലത്തും മിണ്ടുകയില്ല. തിയോളജിയൊക്കെ പഠിച്ചതാണ്, ഒരു ഉപകാരമില്ല. കാരണം ഞായറാഴ്ച ആകെ 10 മിനിറ്റ് പ്രസംഗം, സാധാരണ ദിവസങ്ങളിൽ 3 മിനിറ്റ് പ്രസംഗം. ഈ പ്രസംഗത്തിനകത്ത് ഇതൊന്നും പറയാൻ നേരമില്ല. 1, 2, 3 ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, സംഭവം തീർന്നു. ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിനെ കണ്ടെത്താനായി യുക്തിസഹമായ ഒരു ചിന്ത വചനവുമായി ചേർന്ന് വയ്ക്കണം. കാരണം യുക്തി വേണമെന്ന് പറയാൻ കാരണം ദൈവവചനം തന്നെ യുക്തിയാണ്, ദൈവികമായ യുക്തിയുടെ തത്വമാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഡിവൈൻ റീസൺ. ആ ഡിവൈൻ റീസണിലേക്ക് നമ്മുടെ റീസണിങ് എത്തിച്ചേരുമ്പോഴാണ്, നമ്മുടെ യുക്തി ദൈവീക യുക്തിയുമായി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമ്പൂർണ്ണതയിലേക്ക് വരിക. ആ ദൈവീക യുക്തിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള വാതിലായി ദൈവം നമ്മിൽ യുക്തി തന്നിട്ടുണ്ട്. ആ യുക്തിയെ ക്രിസ്തുവിൽ പ്രയോഗിക്കുകയും യേശു ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ഇവയെ കാണാൻ തുടങ്ങുകയും, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ക്രിസ്തു ഒരു വീക്ഷണകോണിൽ നിന്ന്, ക്രിസ്തുവാകുന്ന വീക്ഷണകോണിൽ നിന്ന് വചനത്തെയും നമ്മെയും ലോകത്തെയും കാണാൻ എത്രത്തോളം താല്പര്യപ്പെടുന്നുവോ അത്രത്തോളം ദൈവിക യുക്തിയുടെ പൂർണ്ണത നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അങ്ങനെ വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുക. ജീവിതം പ്രയോഗക്ഷമമായ ഒന്നാണ്, പ്രയോഗതലമാണ്. ദൈവസ്നേഹത്തിൻ്റെ ആനുകാലിക പ്രയോഗതലമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം.
ആ ജീവിതം കൊണ്ട് ക്രിസ്തു വെളിപ്പെടണം. ക്രിസ്തുവിൽ എങ്ങനെയാണോ പിതാവിൻ്റെ സ്നേഹം വെളിപ്പെട്ടത്, അതേപോലെ എന്നിലൂടെയും നിങ്ങളിലൂടെയും ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടണം, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണത വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുമ്പോൾ ആ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ നമ്മെ തന്നെ ഭേദിക്കും. അതുകൊണ്ട് നാം അല്ല പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്, ക്രിസ്തുവായി മാറും. നമ്മെ തന്നെ ഭേദിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ശൂന്യതാനുഭവം, അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മോക്ഷാനുഭവത്തിലേക്കൊക്കെ പ്രവേശിക്കുക. അപ്പോൾ അതിന് ആദ്യം വേണ്ട ചുവടുകളിലൊന്ന് വിവരശേഖരണം, വചനം വായിക്കുക. വചനം വായിക്കുമ്പോൾ പുതിയ നിയമം വായിക്കുക. പുതിയ നിയമം കുറേ വായിക്കാതെ കുറച്ച് ഭാഗം വായിക്കുക. രാവിലെ വായിച്ച ഭാഗം ഉച്ചയ്ക്ക് ഒന്നുകൂടി വായിക്കാൻ പറ്റിയാൽ നല്ലതാണ്, വൈകിട്ടൊന്നുകൂടി വായിക്കാൻ പറ്റിയ നല്ലതാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഈ വചനം നിരന്തരമായി നമുക്ക് നമ്മുടെ ആലോചന വിഷയമായിട്ട് വരും. എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടിങ്ങനെ ചെയ്തു, എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താണ് ഇതിലൂടെ എന്നോട് പറയുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കൂടുതൽ വ്യക്തതയോടെ നമുക്ക് പരിശോധിക്കാൻ കഴിയുമ്പോഴാണ് അതിനകത്തു നിന്ന് വെളിച്ചം നമുക്ക് കണ്ടെടുക്കാൻ പറ്റുക. തേനിനെയും തേൻ കട്ടിയേക്കാളും മധുരമുള്ള ദൈവവചനം, വചനമാകുന്ന ക്രിസ്തു ജീവിതാനുഭവമായിട്ട് മാറുക. ആ അനുഭവതലത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിനകത്ത് ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ഈ വചനത്തിൻ്റെ പ്രകാശം അനുഭവിക്കട്ടെ. നിങ്ങളിലൂടെ ക്രിസ്തു ലോകത്തിന് പ്രകാശിതമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.